ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വിധി ഇന്ന് ഹൈക്കോടതിയുടെ വന്നിട്ടുണ്ട്. എല്ലാ ന്യൂസ് പേപ്പറിലുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് കനത്ത ചർച്ചയാണ് ഇതിനെപ്പറ്റി നടക്കുന്നത്. അപ്പോൾ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ചർച്ചകളുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്യുക. ആ ഒരു വിവരം ഇങ്ങനെയാണ്: ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ബിരുദധാരികളുടെ വിലക്ക് ഹൈക്കോടതി നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ എക്സാം നടന്ന് ഷോർട്ട് ലിസ്റ്റ് വന്ന ഈ യൂണിവേഴ്സിറ്റി LGSൻ്റെ കേസിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത്, സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലെ നിയമനത്തിന് അപേക്ഷിക്കാൻ ബിരുദധാരികൾക്കുള്ള വിലക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നീക്കി. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാനാകില്ല എന്ന വ്യവസ്ഥ ഒഴിവാക്കി പുതിയ വിജ്ഞാപനം ഇറക്കാനും വീണ്ടും ടെസ്റ്റ് നടത്താനുമാണ് ജസ്റ്റിസുമാരെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ബിരുദധാരികൾ അപേക്ഷിക്കേണ്ടതില്ല എന്ന വ്യവസ്ഥയോടെ 2020 സർക്കാർ ഉത്തരവിറക്കിയാണ് തർക്കവിഷയം. സ്പെഷ്യൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാതെ ഭരണതലത്തിലെ ഉത്തരവിലൂടെ സർക്കാർ യോഗ്യത നിശ്ചയിച്ചത് നിലനിൽക്കുന്ന സിംഗിൾ ബെഞ്ച് വിധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും PSCയും പിന്നീട് അപ്പീലിന് പോയി. ആ അപ്പീലിൻ്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡ് നിയമന യോഗ്യതകൾ ഏകീകരിക്കാനാണ് ശ്രമിച്ചതെന്നും വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസിനുള്ള സ്പെഷ്യൽ ചട്ടമനുസരിച്ചുള്ള നിയമന യോഗ്യതയാണ് ബാധകമാക്കിയതെന്നും സർക്കാരും PSCയും വാദിച്ചു. എന്നാൽ സർവകലാശാലകൾക്കുള്ള പ്രത്യേക ചട്ടങ്ങൾ ഉള്ളതിനാൽ സർക്കാരിനോ PSCക്കോ യോഗ്യത നിശ്ചയിക്കാനാകില്ല എന്ന് ഉദ്യോഗാർത്ഥികൾ വാദിച്ചു. അപ്പോൾ അതിലാണ് കാര്യമായി വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം, വേരിയസ് LGSൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അതുപോലത്തെ ഒരു തസ്തികയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ LGS എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ രണ്ട് യോഗ്യതകളും ഏകീകരിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് വാദിച്ചു. എന്നാൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചട്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പരിഗണിക്കാതെ സർക്കാരിന് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ വാദിച്ചതും കോടതി ആ ഒരു വാദത്തോട് അനുകൂലിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എക്സാം ക്യാൻസൽ ചെയ്യാനും പുതിയ എക്സാം ഡിഗ്രിക്കാരെ അടക്കം ഉൾപ്പെടുത്തി നടത്താനുമാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അനുകൂലമാകുന്നതും ഒരുപാട് പേർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന വിധിയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലും നല്ല രീതിയിൽ സപ്പോർട്ടും ഹെയ്റ്റും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മറ്റ് നടപടികൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. PSC എന്തായാലും അപ്പീൽ, അല്ലെങ്കിൽ സർക്കാർ എന്തായാലും അപ്പീൽ പോകുന്നതിൽ തർക്കമില്ല. അപ്പോൾ ഇതിൻ്റെ ഭാവി എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇനിയിപ്പോൾ നടന്നിരിക്കുന്ന എക്സാം ക്യാൻസൽ ചെയ്യാണ് കോടതി വന്നിരിക്കുന്നത്. അതെന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് ചാൻസ് ഉള്ളത്. ഈ ഒരു വിധിയുടെ അപ്പീൽ പോകാനാണ് ചാൻസ് ഉള്ളത്. സർക്കാരും PSC അപ്പീൽ പോകാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മുടെ വരുന്ന ചാനലിലിടാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക.